അപ്പൊ നമ്മളും വാങ്ങി മീൻ കൊണ്ടുവരുന്ന കാക്കേന്റെ അടുത്ത് നിന്ന് 1 കിലോ നല്ല ഫ്രഷ് അയില കഴുകി വൃത്തിയാക്കി ഞാൻ ഒരു വരയൊക്കെ ഇട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. പൊരിക്കാനല്ല, കറി വെക്കാനാണ്. പുളി കുറച്ച് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അധികാരം ചെയ്യാത്തൊരു കാര്യമാണിത്. കുറച്ച് വെളുത്തുള്ളി എടുക്കുക, ഇതുപോലെ ഈ കുത്തറിൽ ഇട്ടിട്ട് ഒന്ന് കുത്തി പൊട്ടിക്കുക, ഒരു പാത്രത്തേക്ക് ഇട്ട് കൊടുക്കുക. ചട്ടി വെച്ചെടുക്കുക, ചൂടായി വരുമ്പോൾ നല്ല വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക. നേരെ നമ്മൾ ചട്ടി എടുക്കുക, ചൂടോട് കൂടി വെളുത്തുള്ളിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പെട്ടെന്ന് അടച്ച് മാറ്റി വെക്കാം. വെളിച്ചെണ്ണയൊക്കെ അതാ നന്നായിട്ട് ചൂടായി വരുന്നു. ഇനി നമുക്ക് ഉലുവ ചേർക്കട്ടോ. കുറച്ച് നല്ല നാടൻ കറിവേപ്പില ഊരി ചേർത്തെടുക്കണേ. വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള വല്യുള്ളിയാണ്. അവിടെ സാവധാനത്ത് കിടന്ന് അങ്ങനെ വാടട്ടെ. കുറച്ച് പച്ച കുരുമുളക് എടുത്ത് മിക്സിന്റെ ജാറിൽ ഇട്ട് കൊടുക്കാം. ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കണ്ട നമ്മള്. ഒരു കഷ്ണം ഇഞ്ചി കൂടി ഇടണ്ടേ. ചെറിയ ഉള്ളി, കുറച്ച് കറിവേപ്പില ചേർത്തതിന് ശേഷം തൊലിയൊക്കെ കളഞ്ഞിട്ടുള്ള തക്കാളിനെ മുറിച്ചിട്ട് മിക്സിന്റെ ജാറിൽ തന്നെ ഇട്ട് കൊടുക്കാം. കാശ്മീരി മുളക് പൊടി 1 സ്പൂൺ മല്ലിപ്പൊടി ചേർത്തു. ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും ചേർത്തു. 1/4 സ്പൂൺ പെരിഞ്ചീരകം കൂടി ചേർത്തതിന് ശേഷം മിക്സിന്റെ ജാർ അടയ്ക്കുക. നന്നായിട്ട് അരച്ചിട്ട് പേസ്റ്റ് ആക്കിയിട്ട് കൊണ്ടുവരും. ഇനി ഇതിലേക്ക് നമുക്ക് പേസ്റ്റ് ഒഴിച്ചു കൊടുക്കാം. പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കട്ടോ. ഇതിന്റെ പച്ചമണൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. പുളി ഒഴിച്ചു കൊടുക്കട്ടെ. ജാറ് കഴുകിയിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണേ. എല്ലാം കൂടി അങ്ങോട്ട് ഇളക്കി കൊടുക്കാം. തിളച്ച് മറിയണം. ആ ഒരു അയില മീനിനെ പെറുക്കി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. കിടന്നങ്ങോട്ട് വെന്തോട്ടെ. വെന്ത വാസന വരുന്നുണ്ട് കേട്ടോ. മീനിന്ന് നല്ല ചൂടായ വെളിച്ചെണ്ണയ്ക്ക് ആ ഒരു വെളുത്തുള്ളി അല്ലെങ്കിൽ ഇങ്ങനെ ചതച്ചത് ചേർത്തത് അതാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചെടുക്കാൻ പോണേ കേട്ടോ. കറിവേപ്പില നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്, അതും ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് അടയ്ക്കാം, വേഗം വാങ്ങി വെക്കാം. 1/2 മണിക്കൂറിന് ശേഷം മൂടി ഇങ്ങനെ എടുത്ത് തുറക്കുമ്പോൾ ഒരു മണം വരും. നല്ല അയിലക്കറിയും പൊറാട്ടയും കേട്ടോ. ഒരു മീനിന്റെ കഷ്ണം കൂടി. ചൂടുണ്ട് കേട്ടോ. ആ ഒരു ലാസ്റ്റ് ഒഴിച്ചിട്ടുള്ള ആ ഒരു വെളുത്തുള്ളിയുള്ള ആ ഒരു വെളിച്ചെണ്ണ ഉണ്ടല്ലോ, അത് വേറെ ലെവലാട്ടോ. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം.